തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി CPIM. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പട്ടിക ശേഖരിച്ച് ഇവരുടെ വോട്ടുറപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വികസന ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ പാർട്ടി ചാനലിൽ പരസ്യം നൽകാനും സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനലായി കണക്കാക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹുമുഖ തന്ത്രങ്ങൾക്കാണ് CPIM രൂപം കൊടുത്തിരിക്കുന്നത്. 2021 ഭരണത്തുടർച്ച ലഭിച്ചതിന്റെ കാരണങ്ങളിലൊന്ന് അന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത്തവണയും തുടർഭരണം ഉറപ്പാക്കാൻ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരിടത്തും ഒരു വീഴ്ചയും ഉണ്ടാകരുതെന്നും കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തുക എന്നതാണ് CPIMന്റെ ഒരു തന്ത്രം. ക്ഷേമ പെൻഷൻ, ലൈഫ് മിഷൻ വീടുകൾ, പട്ടയഭൂമി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് വോട്ടുറപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. സഹായം ലഭിച്ച കുടുംബങ്ങളെ വിവരം ശേഖരിച്ച ശേഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തി വോട്ടുറപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതികരണം പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കണമെന്നും കീഴ്ഘടകങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി ചാനലായ കൈരളിയിൽ പരസ്യം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിന് പാർട്ടിയുടെ ന്യൂനപക്ഷ കേഡർമാരെ നിയോഗിക്കണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കിടയിൽ ടെമ്പിൾ കോർഡിനേഷൻ, ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകർ അടങ്ങുന്നവരെയാണ് സ്ക്വാഡ് പ്രവർത്തനത്തിൽ നിയോഗിക്കേണ്ടതെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. അപ്പോൾ ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുമായി ചില ബന്ധങ്ങളൊക്കെ അതിനുണ്ട്. യഥാർത്ഥത്തിൽ നടന്ന പരിപാടിയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനൗദ്യോഗിക കിക്ക് സ്റ്റാർട്ടാണ് എന്ന് പറയാം, പ്രചരണ പരിപാടിയുടെ കിക്ക് സ്റ്റാർട്ടാണെന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ജയപരാജയം ഉറപ്പിക്കും മുമ്പ് അല്ലെങ്കിൽ അത് കഴിയുമ്പോഴേക്ക് ഉടനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഈ പ്രതികരണങ്ങളൊക്കെ സൂചിപ്പിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.